ദേവദാസനെ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാദരം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो। പ്രസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ ദൈവദാസൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാത്സല്യ ദൈവദാസി, പീരാമിനിസ്ട്രിയുടെ നമ്മുടെ ബൈബിൾ കോളേജിന്റെ ഡയറക്ടർ പാസ്റ്റർ മാത്യു കുര്യൻ, തന്റെ കുടുംബം, രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വർഷിപ്പിന് നേതൃത്വം നൽകിയ പ്രിയ സഹോദരി കുടുംബം, മറ്റ് വചന പഠിതാക്കൾ, ഇന്ന് രാത്രി സന്നിഹിതരായിട്ടുള്ള വാത്സല്യ മാതാപിതാക്കൾ, എല്ലാവർക്കും വേഗത്തിൽ പുനരാഗമിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ സന്ധ്യ വന്ദനത്തെ അറിയിക്കുന്നു. इस मीटिंग में जितने लोग उपस्थित हैं, सब आप सबों को जय मसीह की। ഇവിടെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പ്രശ്നമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത്. മഴയുണ്ട് എങ്കിലും എൻ്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സാർ. നിങ്ങളെ എല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ, തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മുടെ പഠനം പ്രത്യാശയോടെ മുന്നോട്ട് പോകട്ടെ. ഇന്ന് രാത്രി നാം പാട്ട് പാടി ആരാധിച്ചതുപോലെ കേൾക്കാറായി കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് നമ്മുടെ കർത്താവിന്റെ വരവിനോട് നാം ഏറ്റവും ആസന്നമായി, നമ്മുടെ കർത്താവ് അവൻ വരാൻ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. വളരെ ആത്മശക്തിയോടെ നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം എനിക്കും അവസരം നൽകി. ദൈവം നമ്മളെ എല്ലാവരെയും ഈ രാത്രി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हम सबों को आशीष देवे। आज की आराधना बहुत ही अच्छे ढंग से की गई, उसमें हम सारे सहभागी हुए। आवाज, प्रभु का आवाज हमें जल्द ही, शीघ्र ही सुनाई देने वाला है। प्रभु के साथ हम जल्द ही जाने वाले हैं। തിരുവെടുത്ത് അസന്നിഗ്ധമായി പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ ഞാൻ എഴുന്നള്ളി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും നമ്മുടെ ആരാധ്യൻ, നമ്മുടെ പ്രാണനാഥൻ നമ്മുടെ നടുവിലുണ്ട്. ആ സാന്നിധ്യബോധത്തോടെ വചന പഠനത്തിൽ നമുക്കായിരിക്കാം. वचन हमें सिखाता है कि जहाँ 1 या 2 लोग प्रभु के साथ होते हैं, वहाँ प्रभु हमारे साथ आते हैं। तो चलिए आज हम वचन की शिक्षा, वचन के अध्ययन के लिए आगे बढ़ते हैं। ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ തന്നെയാണ് നേതൃത്വം നൽകിയത്. ചാപ്റ്റർ 14 നമ്മൾ ആരംഭം കുറിച്ചു. ചാപ്റ്റർ 15 1 to 7 അത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ 1 to 6 ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. कल हमने रोमियो की पत्री 14वें अध्याय का अध्ययन किया था और 15वें अध्याय का 1 से लेकर 6 तक की बातों को हमने देखा था। 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 13-ാം വാക്യം വരെയുള്ള ഭാഗത്തെ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്. ഒന്നുകൂടെ പറയുന്നു, ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവും. 14 अध्याय और 15 का 1 से लेकर 13 तक का मुख्य विषय है मसीह में स्वतंत्रता और मसीही भाईचारा। 14-ാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായി നാം പഠിച്ചത് ദൈവസഭയ്ക്കകത്ത് ശക്തരാണെന്ന് പറയുന്നവരും അശക്തരാണെന്ന് പറയുന്നവരും തമ്മിൽ എങ്ങനെ ആയിരിക്കണം സഭയ്ക്കകത്ത്, അവർ തമ്മിലുള്ള ഒബ്ലിഗേഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നാണ് 14-ാം അധ്യായത്തിൽ നിന്ന് നാം വിശകലനം ചെയ്തത്. 14वें अध्याय में हमने सीखा कि जो विश्वास में निर्बल है और जो विश्वास में ज्यादा बलवान है, उनके लिए कुछ बातें हैं, कुछ उत्तरदायित्व उन्हें पूरा करना है। किस प्रकार से उन्हें अपने उत्तरदायित्व को पूरा करके कलीसिया में रहना है, ये सब बातें हमने सीखी। പിന്നെ നാം 15-ാം അധ്യായത്തിന് ആരംഭം കുറിച്ചു. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾക്ക് നാം നൽകിയ സബ് ടൈറ്റിൽ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതായിരുന്നു. 15वें अध्याय का 1 से लेकर 6 तक के वचन कल हमने देखा था। उसको हमने एक उप शीर्षक दिया था, मसीह का अनुकरण। നാം ഇങ്ങനെ വായിച്ചു. 15-ന്റെ 1-ാമത്തെ വാക്യം, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മെ തന്നെ
പ്രസാദിപ്പിക്കാതിരിക്കുകയും വേണം. 15वें अध्याय का पहला वचन, निदान हम बलवानों को चाहिए कि निर्बलों की निर्बलताओं को सहे, ना कि अपने आप को प्रसन्न करें. ചുമക്കുക എന്നൊരു പദം ഇവിടെ കാണുന്നു. ചുമക്കുക എന്നതിന് ഗ്രീക്കിൽ ബാസ്റ്റാസോ എന്ന പദമാണ് നൽകിയിട്ടുള്ളത്. ചുമക്കുക എന്നതിന് ബാസ്റ്റാസോ എന്ന പദമാണ് നൽകിയിട്ടുള്ളത്. यहाँ पर हम एक पद पाते हैं, भार ढोना या सहना. इसे ग्रीक में कहा गया है बास्टासो. അതിന്റെ അർത്ഥം എന്താണ്? വഹിച്ചുകൊണ്ട് നീങ്ങുക. ബാസ്റ്റാസോ എന്ന മൂലഭാഷയിലെ അർത്ഥം, ചുമക്കുക എന്നതിന്റെ മൂലഭാഷ ബാസ്റ്റാസോ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വഹിച്ചുകൊണ്ട് നീങ്ങുക. बास्टासो का अर्थ है ढोकर आगे बढ़ो. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബലഹീനതകൾ കണ്ട് കണ്ണടയ്ക്കുകയോ അത് കടിച്ചമർത്തി സഹിക്കുകയല്ല, ബലഹീനനെ കൂട്ടിക്കൊണ്ട് ജീവിതയാത്രയിൽ പോകുന്നൊരു പ്രതിഭാസം. അതായത് അശക്തനാണെന്ന് പറയുന്നവന്റെ കരം പിടിച്ച് അവന്റെ കൂടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ചുമക്കുക എന്ന് പറയുന്നതിന്റെ ആശയം. का अर्थ है दूसरों की निर्बलता को देखकर अनदेखा नहीं करना है, बल्कि उस निर्बल व्यक्ति के हाथ पकड़कर उसे आगे बढ़ाते जाना है. പാവങ്ങളുടെ അമ്മ എന്ന് വിശേഷിക്കപ്പെടുന്ന മദർ തെരേസ ഒരു ദിവസം ഒരു വലിയ മീറ്റിങ്ങിന് വേണ്ടി മദർ തെരേസ പോകുന്ന വേളയിൽ വഴിത്താരിയിൽ പ്രായമുള്ള ഒരു പിതാവ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് കണ്ടു. ഓക്കെ, പറഞ്ഞോളൂ ആന്റി. मदर तेरेसा को गरीबों की माता कहकर पुकारा जाता था. एक बार जब वो रास्ते में जा रही थी तो उन्होंने देखा कि रास्ते में एक गरीब वृद्ध व्यक्ति पड़ा हुआ है, जो कि उसकी मृत्यु बिल्कुल नजदीक है. ഈ മദർ തെരേസ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാൻ പോകുകയായിരുന്നു. അല്പം താമസിച്ചു പോയി യാത്ര. പക്ഷേ ഈ സമയത്താണ് വഴിവക്കിൽ ഈ വൃദ്ധനായ മനുഷ്യൻ കിടക്കുന്ന കണ്ടത്. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യനെ തന്റെ വാഹനത്തിൽ കയറ്റി നേരെ അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചൂടുവെള്ളം തിളപ്പിച്ചു, വ്രണങ്ങൾ കഴുകി വൃത്തിയാക്കി, വെള്ളം നൽകി, ഭക്ഷണം കൊടുത്തു, ശുശ്രൂഷ ചെയ്ത് അനന്തരമാണ് ഈ മീറ്റിങ്ങിന് വീണ്ടും പോയത്. मदर तेरेसा एक मीटिंग में भाग लेने को जा रही थी, लेकिन जैसे ही उसने इस वृद्ध व्यक्ति को सड़क के किनारे लेटा हुआ देखा, तुरंत वो अपनी गाड़ी को रोकने का आदेश देती है. उस वृद्ध व्यक्ति को अपनी गाड़ी में लेटा करके अपने आश्रम में ले आती है. वहां आकर के उसे गर्म पानी से उसके सारे घावों को धो करके उसे पानी और खाना देने के बाद वो मीटिंग अटेंड करने जाती है. ആ മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞ സമയത്തേക്കാൾ ഒരുപാട് താമസിച്ചാണ് മദർ തെരേസ എത്തിയത്. ആളുകൾ ചോദിച്ചു, എന്താ താമസിച്ചത്? കാരണങ്ങൾ ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഞാൻ വരുന്ന യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മദർ തെരേസ ആ മീറ്റിംഗിൽ പറഞ്ഞു. मीटिंग में मदर तेरेसा देर से पहुंची. देर से पहुंचने का कारण पूछा गया तो उन्होंने सारी बातों को बताया. അപ്പോൾ പലരും ചോദിച്ചു, എങ്ങനെയാണ് അമ്മയ്ക്ക് ഇതെല്ലാം സാധ്യമാകുന്നത്? ഇങ്ങനത്തെ സാഹചര്യത്തിലും ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് ആദരവ് തോന്നുന്നത്, സ്നേഹം തോന്നുന്നത് എങ്ങനെയാണെന്ന് അമ്മയോട് ചോദിക്കുന്നു. मदर तेरेसा से लोगों ने पूछा कि आपके मन में ऐसी भावना कैसी आती है, जबकि आपको कैसे उनको इतना आदर देने का मन करता है? क्या कारण है इसके पीछे? ചോദ്യത്തിന്റെ മറുപടിയായി മദർ തെരേസ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്, സ്പർശനീയമാണ്. എന്താണെന്നറിയാമോ? മദർ തെരേസ പറഞ്ഞത് ഇങ്ങനെ, നിരാലംബരായി കിടക്കുന്ന ആളുകളിൽ ഞാൻ ഈശോനാഥന്റെ മുഖം, യേശുവിന്റെ മുഖം കാണുന്നു. അതുകൊണ്ട് എനിക്ക് അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നില്ല. मदर तेरेसा ने उत्तर दिया कि ऐसे आश्रय विहीन लोगों को जब मैं देखती हूँ तो उनमें मुझे प्रभु यीशु मसीह दिखाई देते हैं, और उन्हें अनदेखा करना मेरे लिए बहुत मुश्किल है. അപ്പോൾ അവരനെ വഹിച്ചു കൊണ്ടുപോകുക, ജീവിതയാത്ര കൂട്ടുക എന്ന് പറയുന്നത് നമ്മളുടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്പം ഡിനയിങ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മെ തന്നെ ത്യജിക്കുന്ന ഒരു അനുഭവം വരുന്നുണ്ട്. ഇന്ന് രാത്രി ആ ഭാഗം ധ്യാനിച്ച് അതിനോട് വിട പറയുമ്പോൾ ഈ രാത്രി നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാം, നമ്മോട് തന്നെ പറയാം, നമ്മുടെ ചില ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ, നമ്മുടെ ചില താല്പര്യങ്ങൾ മാറ്റിവെക്കാൻ
നമ്മുടെ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ആമേൻ, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്ന അങ്ങനെയുള്ള ചിലതൊക്കെ മാറ്റിവെച്ചിട്ട് അവരുടെ കരം പിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം നമ്മിലുണ്ടാകാൻ തീരുമാനത്തോടെ ആ പാരഗ്രാഫിന് നമുക്ക് വിട പറയാം. अपने आप हम भी मन में निर्णय लेते हैं कि हमारे मन में भी ऐसी भावना ही हो। हम अपने आप को नकारा समझकर अपने आप को अपने स्वार्थ को त्याग कर दूसरों की सहायता करने में, दूसरों के दुखों में हाथ बढ़ाने में हमें आगे आना चाहिए. ഇനി ചാപ്റ്റർ 15 വേഴ്സസ് 7 to 13 ആണ് 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ. അതിന് നമുക്കൊരു ടൈറ്റിൽ നൽകുന്നു, സഭയിൽ സാർവത്രികമായ ഐക്യമാണ്. സഭയിലെ സാർവത്രികമായ ഐക്യം, യൂണിവേഴ്സൽ യൂണിറ്റി ഇൻ ദ ചർച്ച്. യൂണിവേഴ്സൽ യൂണിറ്റി ഇൻ ദ ചർച്ച്, അതാണ് ചാപ്റ്റർ 15 വേഴ്സസ് 7 to 13. സഭയിൽ സാർവത്രികമായ ഐക്യം, യൂണിവേഴ്സൽ യൂണിറ്റി ഇൻ ദ ചർച്ച്. आज हम अध्ययन करने जा रहे हैं 15वें अध्याय का 7 से लेकर 13 तक के वचनों का. यह है सार्वत्रिक कलीसिया की एकता. कलीसिया की एकता. 7-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവരെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിക്കുമെന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു. യിശായിയുടെ വേരും ജാതികളെ ഭരിക്കുവാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവരിൽ ജാതികൾ പ്രത്യാശ വയ്ക്കുമെന്നും യെശയ്യാവ് പറയുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആ ഭാഗത്തെ വിഷയം സഭയിൽ സാർവത്രികമായ ഐക്യമാണ്. പറഞ്ഞോളൂ. 7 से लेके 13 तक के वचनों को अभी दास ने पढ़ा हमारे लिए. तो इसका एक विषय है कि कलीसिया में हर जगह एकता होनी चाहिए. ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതി എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള അന്തരങ്ങൾ പരിഗണിക്കാതെ, അവർ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ എല്ലാ തരത്തിലുള്ള ആളുകളെ സ്വീകരിക്കാനാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. मसीह का उद्धार सबके लिए है, उसमें कोई छोटा या कोई बड़ा नहीं है. हर एक के लिए मसीह का उद्धार एक समान है. ആ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം എല്ലാവരും കൈക്കൊള്ളണമെന്ന് തിരുവെഴുത്തിലൂടെ പൗലോസ് ഓർപ്പിക്കുന്നു. മാത്രമല്ല 14-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ സഭയ്ക്കകത്തെ ശക്തരും അശക്തരും മാത്രമല്ല, യഹൂദരിൽ നിന്നും യഹൂദിയ പശ്ചാത്തലത്തിൽ നിന്നും വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്ത്യാനികളെ തീർന്നവർ തമ്മിലും അന്യോന്യം ഐക്യമുണ്ടാകണം, യൂണിറ്റി ഉണ്ടാകണം. അതാണ് പൗലോസ് വ്യക്തമായി ഓർപ്പിക്കുന്നത്. पौलुस हमें ये बताते हैं कि हो सकता है कुछ लोग यहूदी पृष्ठभूमि से आए हैं, कुछ लोग अन्य जातियों से आए हैं, लेकिन सब लोग आपस में एकता से रहें, सब लोग एक होकर रहें. यही पौलुस हमें इन वचनों के द्वारा बताना चाहते हैं. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, പൗലോസ് പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. ആരാ പരിച്ഛേദനക്കാർ? യഹൂദന്മാരല്ലേ. പരിച്ഛേദനക്കാർ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. അവർക്ക് പൗലോസ് ശുശ്രൂഷക്കാരനായി തീർന്നു. എന്താണ് അതിന് 2 ഉദ്ദേശമുണ്ടായിരുന്നു. പരിച്ഛേദനക്കാർക്ക് പൗലോസ് ശുശ്രൂഷക്കാരനായി തീരുവാൻ 2 ഉദ്ദേശങ്ങൾ. पौलुस इसमें कहते हैं कि वो खतना किए हुए लोगों का भी सेवक बना. तो इसके पीछे 2 उद्देश्य है. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് സത്യം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അവിടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് സത്യം വെളിപ്പെടുത്തുക.
पूर्वजों से परमेश्वर ने जो वायदा किया है उसे समझकर उसकी सत्यता को समझाना। രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം കരുണയുള്ളവനാണെന്ന് ആ വസ്തുത തെളിയിക്കുക. ദൈവം കരുണയുള്ളവനാണെന്നുള്ള വസ്തുത തെളിയിക്കുക. दूसरा उद्देश्य है ये बताना कि परमेश्वर दयालु है। രണ്ട് ഉദ്ദേശങ്ങളാണ് പരിച്ഛേദനക്കാർക്ക് യേശു ശുശ്രൂഷക്കാരനായി തീർന്നതിന് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് സത്യം വെളിപ്പെടുത്തുക. രണ്ട്, ദൈവം കരുണയുള്ളവനാണെന്നുള്ള വസ്തുത തെളിയിക്കുക. पौलुस का दो उद्देश्य था खतना वालों के सेवक बनने के लिए। पहला उद्देश्य है उनके पूर्वजों से जो वायदा किया हुआ था उसकी सत्यता को उन्हें बताना। दूसरा, परमेश्वर दयालु है ये बातें उन्हें समझाना। യഹൂദന്മാരോട് മാത്രമല്ല, യഹൂദരോടും യഹൂദരല്ലാത്തവരോടും വിജാതീയരോടും യേശുക്രിസ്തുവിന്റെ സ്നേഹം പ്രകടമായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും, വിജാതീയരും യഹൂദന്മാരും ഒരുമിച്ച് മുൻവിധികളെല്ലാം മാറ്റി, അകൽച്ചകളെല്ലാം മാറ്റി, യഹൂദനും ജാതീയനും എന്നുള്ള ഭിന്നതകളെല്ലാം മാറ്റി അവർ ക്രിസ്തുവേശുവിൽ ഐക്യതയോടെ നിലകൊള്ളണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. पौलुस हमें कहते हैं कि चाहे वो यहूदी हो या अन्य जाति हो, परमेश्वर की दया सबके लिए समान है। इसलिए वो अपने मन की भिन्नता को दूर कर सब एक साथ, एकता के साथ रहें। यही पौलुस कहते हैं। യഹൂദനും വിജാതിനും തമ്മിലുള്ള ഐക്യം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതിന് തിരുവെടുത്ത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. अन्य जाति और यहूदियों की एकता परमेश्वर की इच्छा है। इसके लिए वचन हमें बताता है, वचन प्रमाण देता है। 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായും 4 പഴയ നിയമ ഉദ്ധരണികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളത് വായിച്ചു വരുമ്പോൾ കാണാം. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായും 4 പഴയ നിയമ ഉദ്ധരണികൾ. 7 से 13 तक के वचनों में पुराने नियम के चार वाक्यों को उद्धरित किया गया है। 4 പഴയ നിയമ ഉദ്ധരണികൾ. 1, ആവർത്തന പുസ്തകം 32:43. രണ്ടാമത്തെ ഉദ്ധരണി സങ്കീർത്തനം 18:49. पहला जो वचन है व्यवस्था विवरण 32वें अध्याय का 43वां वचन। दूसरा उद्धरण है भजन संहिता 18 का 49वां वचन। പിന്നെ മൂന്നാമത്തത് സങ്കീർത്തനം 117:1. നാലാമത്തത് യെശയ്യാ പ്രവചനം 11:10. 4 ഉദ്ധരണികൾ. अगला है भजन 117 का पहला वचन और यशायाह नबी की पुस्तक 11वें अध्याय का 10वां वचन। അപ്പോൾ ഈ 4 ഉദ്ധരണികളിലും പഴയ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പൗലോസ് വ്യക്തമാക്കുന്നത് ദൈവിക രക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. വിജാതീയനും അതോടൊപ്പം തന്നെ യഹൂദനും കൂടിയുള്ളതാണ് ദൈവത്തിന്റെ രക്ഷാ പദ്ധതി എന്ന് പൗലോസ് ഇവിടെ സമർത്ഥിക്കുകയും എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ക്രിസ്തുവിലുള്ള ഐക്യത്തിൽ നിലകൊള്ളാനാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. चारों वाक्यों के वचनों के द्वारा, पुराने नियम के वचनों के द्वारा पौलुस ये कहते हैं कि उद्धार जो है वो चाहे जाति, अन्य जाति के लोग हैं, ये यहूदी हो, सबके लिए एक समान है और मसीह की एकता में सबको आगे बढ़ना है। ഈ ഭാഗം അവസാനിക്കുന്നത് ഈ 13-ാം വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആശംസ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പൗലോസ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങൾ അത് പറഞ്ഞു പൗലോസ് അവസാനിപ്പിക്കുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആശംസ രൂപത്തിലുള്ളൊരു പ്രാർത്ഥനകൾ പോലെയാണ് പൗലോസ് ആ ഭാഗത്തിന്റെ പര്യവസാനം കുറിക്കുന്നത്. 13वें वचन में हम पाते हैं कि पौलुस ने एक प्रकार से एक प्रार्थना और एक आशापूर्ण प्रार्थना कही है। परमेश्वर जो आशा का दाता है, तुम्हें विश्वास करने में सब प्रकार की आनंद और शांति से परिपूर्ण करे कि पवित्र आत्मा की सामर्थ्य से तुम्हारी आशा बढ़ती जाए। അപ്പോൾ പൗലോസ് ശക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗം, ആ ഭാഗത്തുനിന്ന് പഠിപ്പിക്കുന്നത്, നാം പഠിതാക്കളായതുകൊണ്ട് നമ്മോടും അതിനകത്ത് ആലോചനകളുണ്ട്. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ടുന്ന പ്രബോധനങ്ങളുണ്ട്. ദൈവസഭയ്ക്കകത്ത് നമുക്കും ആ യൂണിറ്റ് കീപ്പ് ചെയ്ത്
ആ ഐക്യത കീപ്പ് ചെയ്ത് നിൽക്കാൻ സാധ്യമാകട്ടെ. നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ തലങ്ങളിൽ, നമ്മുടെ ദൈവസഭയ്ക്കകത്ത്, സഹവിശ്വാസികളുടെ ബന്ധത്തിൽ ക്രിസ്തുവിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണം. അതാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യൂണിറ്റി, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഐക്യത കാത്തു സൂക്ഷിക്കാൻ ഇടയെത്തിക്കണം. 13वें वचन के द्वारा पौलुस हमें भी एक संदेश देते हैं। हमें हर जगह एकता से रहना है, सबके साथ मिलकर रहना है, चाहे वो कलीसिया हो, चाहे हमारा वैवाहिक जीवन हो, चाहे हमारा पारिवारिक जीवन हो, चाहे दूसरे लोगों के साथ हमारा संबंध हो, हमें हर जगह एकता से रहना है। 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ഭാഗത്തെ വിഷയം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സഭയിൽ സാർവത്രികമായ ഐക്യമാണ്, യൂണിവേഴ്സൽ യൂണിറ്റി ഇൻ ദ ചർച്ച്. സഭയിലെ സാർവത്രികമായ ഐക്യം, അത് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാതെ ഐക്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിനു കൂടെ നമുക്കും സാധ്യമായി തീരട്ടെ. 7 से 13 तक का विषय जो था वो कलीसिया में हर जगह एकता, हम मसीह में होकर जिएंगे, मसीह के साथ जिएंगे, तभी ये एकता संभव हो सकेगी। അടുത്ത ഭാഗത്തേക്ക് നാം പോകുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. 14-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ, 14-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു ടൈറ്റിൽ നൽകുകയാണ്, ഒരു മെയിൻ ടൈറ്റിൽ പോലെ നൽകുന്നു. പൗലോസും റോമിലെ സഭയും. പൗലോസും റോമിലെ സഭയും. പോൾ ആൻഡ് റോമൻ ചർച്ച്. 14 से लेके 21 तक के वचनों के लिए हम एक शीर्षक लिख रहे हैं, पौलोस और रोमियो की कलीसिया, रोम की कलीसिया। ഇനി അതിന് അടുത്ത 17 തൊട്ട് 21 വരെയുള്ള വാക്യം, 14 തൊട്ട് 21 വരെയുള്ള വാക്യത്തിന് ഒരു മെയിൻ ടൈറ്റിൽ നൽകി, പൗലോസും റോമിലെ സഭയും. ദെൻ ഒരു സബ് ടൈറ്റിൽ വി നീഡ് ടു ഗിവൺ. സബ് ടൈറ്റിൽ എന്താണ്? 17 to 21, 17 മുതൽ 21 വരെയുള്ള വാക്യത്തിന് അപ്പോസ്തലന്റെ പ്രവർത്തനം എന്നും കൂടെ നൽകുക. അപ്പോസ്തലന്റെ പ്രവർത്തനം. 17 से 21 तक के वचनों के लिए हम एक उप शीर्षक लिखते हैं, प्रेरित का कार्य। 14 തൊട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നുവെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചും ഇരിക്കുന്നു. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചതുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായ പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും പറവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലുര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂർത്തീകരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നത്. അപ്പൊ പൗലോസും റോമിലെ സഭയും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം, റോമിലെ സഭയെക്കുറിച്ച് നാം ആധികാരികതയോടെ പഠിക്കുമ്പോൾ പൗലൂസിനാൽ സ്ഥാപിതമായ സഭയല്ല റോമിലെ സഭ. അത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ആദ്യത്തെ ക്ലാസ് ഞാൻ തന്നെയായിരുന്നു നിങ്ങൾക്ക് എടുത്തത്. അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. അപ്പൊ പൗലൂസ് അല്ല അവിടെ സഭ സ്ഥാപിച്ചിരുന്നത്. रोम की कलीसिया की स्थापना पौलुस ने नहीं की थी, और ये किस प्रकार से हुआ हम पहली कक्षा में हम ये सुन चुके हैं. എങ്കിലും പൗലോസിന് ആ സഭയെ ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ വിശ്വാസം റോമിലെങ്ങും പ്രസിദ്ധമായിരിക്കുന്നു എന്ന് അവരെ കുറിച്ച് വളരെ അഭിമാനത്തോടെ പൗലോസ് പറയുന്നുണ്ട്.
लेकिन फिर भी पौलुस उनके लिए प्रार्थना करता है, और पौलुस को इस बात पर वो घमंड भी है कि उनकी जो कलीसिया है वो पूरे रोम में प्रसिद्ध है। പൗലോസിന് അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാം, ബോധ്യമുണ്ട്. पौलुस उनकी आत्मिक अवस्था को भली भांति जानता है। 3 കാര്യങ്ങൾ പൗലോസ് അവരെ കുറിച്ച് ഈ ഭാഗങ്ങളിൽ പറയുന്നു. 3 കാര്യങ്ങൾ बातें पौलुस उनके बारे में बताता है। 3 കാര്യങ്ങൾ. 1, അവർ നന്മ നിറഞ്ഞവരാണ്. 2, സകല ജ്ഞാനവും നിറഞ്ഞവരാണ്. 3, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാണ്. നന്മ നിറഞ്ഞവർ, സകല ജ്ഞാനം നിറഞ്ഞവർ, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തർ. നന്മ നിറഞ്ഞവർ, ജ്ഞാനം നിറഞ്ഞവർ, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തർ. पहला वे उनमें भलाई है, दूसरा उनमें हर प्रकार का ज्ञान है, तीसरा वो एक दूसरे को चिता सकते हैं, समझा सकते हैं। നന്മ നിറഞ്ഞവർ ദൈവസഭയ്ക്കകത്തുള്ളത് എന്തോ അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് വേണ്ടത് നന്മ ഉള്ള മനസ്സുള്ളവരാണ്. എല്ലാം ആമേ നന്മയായി കാണാൻ. ആമേ റോമലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നന്മയെ കൂടെ തിന്മയെ കൂടെ നന്മയാക്കി മാറ്റുന്ന ദൈവം. തിന്മയോട് തോറ്റുപോകാതെ അതിനെ നന്മയാൽ ജയിക്കണമെന്ന 13-ാം അധ്യായത്തിൽ, എനിക്ക് തോന്നുന്നു 12-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, തിന്മയുടെ മുമ്പാകെ തോറ്റുപോകാതെ തിന്മയെ നന്മയെ ജയിക്കണം. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നന്മയുള്ള മനസ്സുള്ളവർ ഉണ്ടാകണം. നന്മയുടെ ഉടമസ്ഥർ, നന്മയുടെ മനസ്സുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ടാകണം. നമ്മിൽ നന്മയുണ്ടോ എന്ന് ഇന്ന് രാത്രിയിലെ ധ്യാനവചന പഠനത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രയോജനമാകും. कलीसिया में ऐसे लोगों की जरूरत है जो भलाई करते हो, जिनके मन में भलाई हो, क्योंकि पौलुस ने लिखा है 12वें अध्याय के आखिरी वचनों में कि हमें बुराई को भलाई से जीतना है। हमें अपनी जांच करनी चाहिए कि हम में भलाई है कि नहीं। നന്മയുള്ളവർ, നന്മയുടെ മനസ്സുള്ളവർ, അവർക്ക് എല്ലാം ദൈവികമായി കാണാൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണം വേഗത്തിൽ പഴയ നിയമത്തിൽ നിന്ന് ഓർപ്പിക്കുന്നു. നമുക്കറിയാം, ദേശം നോക്കാൻ പോയവർ, നോക്കാൻ പോയി തിരിച്ചു വന്നവർ കണ്ടത് 12 ഗോത്രത്തിലെ പ്രതിനിധികളും ഒരുമിച്ചായിരുന്നു. പക്ഷെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ 2 നിലകളിലാണ് റിപ്പോർട്ട് വന്നത്. നന്മയുള്ളവരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഇതിനെ പിടിച്ചടക്കാൻ കാരണം ദൈവമാണ് നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് വാഗ്ദത്തം നൽകിയത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നന്മയുള്ള മനസ്സുള്ളവർ ദൈവസഭകൾക്കകത്ത് വേണം. അവർക്ക് വിശാലമായി ദർശനമുള്ളൂ, അവർക്ക് യഥാർത്ഥമായി കാഴ്ചപ്പാടുള്ളൂ, അവരെ ദൈവികമായ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ ഇടയാകുകയുള്ളൂ. जिनके मन में भलाई होती है उनका दर्शन भी बड़ा होता है। हम जानते हैं कि योशुआ ने 12 गोत्रों के लोगों को उन्हें देखने के लिए भेजा था, कनान देश जाके देख के आओ, लेकिन 2 लोगों का रिपोर्ट अलग था, बाकी लोगों का रिपोर्ट अलग था। जिनके मन में भलाई थी उनका रिपोर्ट ऐसा था कि परमेश्वर हमारे साथ है तो हम वहां उन्हें जीत सकते हैं। രണ്ടാമത്തെ ക്വാളിറ്റി അവരെ കുറിച്ച് പറയുന്നത് സകല ജ്ഞാനവും നിറഞ്ഞവർ എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുള്ളവരാണെന്നാണോ? വൈജ്ഞാനികമായി നല്ല ബുദ്ധിയുള്ളവർ, എല്ലാത്തിനെ കുറിച്ചും ഏറ്റവും അറിവുള്ളവർ എന്നാണോ പറയുന്നതിന്റെ സാരം? അല്ല. അതിന്റെ ആശയം എന്ന് പറയുന്നത് ദൈവിക കാര്യങ്ങൾ പരിജ്ഞാനത്തോടെ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. എങ്ങനെയാണ് ദൈവിക കാര്യങ്ങൾ എല്ലാം തന്നെ പരിജ്ഞാനത്തോടെ ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സിദ്ധി അവർ ആർജിച്ചിട്ടുള്ളത്? നിരന്തരമായി പരിശുദ്ധാത്മാവുമുള്ള ബന്ധത്തിലാണ്, നിരന്തരമായുള്ള ദൈവാത്മാവുമുള്ള സഹവാസത്തിലാണ് ആ ജ്ഞാനം അവർ വന്നത്. എവിടെ എങ്ങനെ പെരുമാറണം, എവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് സകല പരിജ്ഞാനമുള്ളവരെന്ന് പറയുന്നത്, ജ്ഞാനം നിറഞ്ഞവരെന്ന് പറയുന്നത്. दूसरा है उनमें हर प्रकार का ज्ञान था। तो क्या हमें लगता है कि दुनियावी ज्ञान नहीं, वो परमेश्वर के कामों को भली भांति करने के योग्य थे, क्योंकि निरंतर वो पवित्र आत्मा के सानिध्य में रहते थे, और वो पवित्र आत्मा के साथ उनका गहरा संबंध था, परमेश्वर से संबंध था। वो जानते थे कि कहाँ क्या बात कहनी है और कैसे काम करना है। അപ്പോൾ നമുക്കും നിരന്തരമായി ദൈവാത്മാവുമായി ഒരു ബന്ധമുണ്ടാകണം. എന്നാലേ ആ സ്വർഗീയ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. അതിൽ അധിഷ്ഠിതമാകണം നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. നിരന്തരമായിട്ടുള്ള ദൈവാത്മാവുമായുള്ള ബന്ധം അത് നമുക്ക് അനിവാര്യമാണെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമത്തത് അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തർ. പ്രബോധനം എന്ന് പറയുന്നത് എസ്കോട്ടേഷൻ ആണ്. എസ്കോട്ടേഷൻ എന്ന് പറയുന്നത്
പ്രോത്സാഹനമാണ്. കുറച്ചുകൂടി അനുമോദിക്കുക, അനുമോദനം നൽകുക, കുറച്ചുകൂടി താങ്ങി നിർത്തുക, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിന്ന് അവനെ താങ്ങി നിർത്തുക, അവനെ എൻകറേജ് ചെയ്യുക. അതാണ് പ്രബോധിപ്പാൻ പ്രാപ്തരെന്ന് പറയുന്നതിന്റെ ആശയം. दूसरे को चिताना या समझाने का अर्थ है प्रोत्साहित करना, दूसरे को प्रोत्साहन देना, उसे आगे बढ़ाना. അവരന്റെ ഒരു സാഹചര്യത്തിൽ അവന്റെ വേദനാവേളയിൽ കടന്നു ചെന്നിട്ട് എരുതിയിൽ എണ്ണയൊടിക്കുന്ന പോലെയുള്ള മറുപടികൾ പറയാനോ സംസാരങ്ങൾ നടത്തുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ അല്പമായി ഡിസ്കറേജ് ആയിരിക്കുന്നുവെങ്കിൽ ദൈവവചനം കൊണ്ട് we need to give encourage for them. നാം അവരെ ബലപ്പെടുത്തണം, നാം അവരെ എൻകറേജ് ചെയ്യണം. ഈ റോമാ സഭയ്ക്കകത്തുള്ളവരുടെ ഒരു ക്വാളിറ്റിയാണ് അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരായിരുന്നു എന്ന് പഠിക്കുന്നു. तो अगर कोई व्यक्ति बहुत दुखी है या हतोत्साहित है तो उसके दुख या और उसे और ज्यादा हताशा में नहीं डालना है, बल्कि अपने वचनों के द्वारा उसे प्रोत्साहित करना है, उसे बल देना है. 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനമാണ് കാണുന്നത്. 17 से लेकर 21 तक हम प्रेरित पौलुस के कामों को पाते हैं. പ്രത്യേകിച്ച് പൗലോസ് അവിടെ നടത്തുന്ന ഒരു പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. 19 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ വേഴ്സ് 90 ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂര് ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂർത്തീകരിച്ചു. खासतौर पे 19वें वचन में वो एक बात कहते हैं, और चिन्हों और अद्भुत कामों की सामर्थ से और पवित्र आत्मा की सामर्थ से मेरे द्वारा ही किए, यहाँ तक कि मैंने यरूशलेम से लेकर चारों ओर इल्लुरिकुम तक मसीह के सुसमाचार का पूरा प्रचार किया. ആ വാക്യം ഞാൻ 23 വാക്യമായിട്ട് കണക്ട് ചെയ്യുന്നു. വേഴ്സ് 19 to 19:23 ആയിട്ട് കണക്ട് ചെയ്യുന്നു. പൗലോസ് പറയുന്നത് കേട്ടോ, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ചയുണ്ടാകൊണ്ടും ഞാൻ സ്പെയിനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴി നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളെ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. 19वें वचन को 23वें वचन के साथ में जोड़ते हैं. 23वां वचन इस प्रकार कहता है, परंतु अब मुझे इन देशों में और जगह नहीं रही और बहुत वर्षों से मुझे तुम्हारे पास आने की लालसा है, इसलिए जब इस्पानिया को जाऊंगा तो तुम्हारे पास होता हुआ जाऊंगा, क्योंकि मुझे आशा है कि उस यात्रा में तुमसे भेंट करूं. യെരൂശലേം മുതൽ ഇല്ലൂര്യ ദേശം വരെ യെരൂശലേമിൽ നിന്ന് ആരംഭം കുറിച്ച സുവിശേഷ പ്രവർത്തനം മെഡിറ്ററേനിയൻ പ്രദേശത്തും ഗ്രീക്ക് പ്രവശ്യകളിൽ എല്ലായിടത്തും പൗലോസ് പ്രസംഗിച്ചു. അങ്ങനെ പൗലോസ് പ്രസംഗിച്ചിട്ട് വീണ്ടും പറയും, ഈ ദിക്കുകളിൽ ഇനി എനിക്ക് സ്ഥലമില്ലായകയാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ, സ്പെയിനിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. पौलुस कहते हैं कि मैं यरूशलेम से इल्लुरिकुम तक या मेडिटेरियन सी से लेकर के वहां के जितने प्रदेश है वहां तक उन्होंने पूरी जगह सुसमाचार प्रचार किया. पौलुस कहते हैं कि अब इन देशों में जगह नहीं रही. തനിക്ക് എത്തപ്പെടാൻ പറ്റുന്ന മേഖലകളിൽ മുഴുവനും നിർമ്മല സുവിശേഷത്തിന്റെ സന്ദേശം എത്തിച്ചു, ക്രൂശിന്റെ സന്ദേശം എത്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറയും, ഇനി ഈ ദിക്കുകളിൽ എനിക്ക് സ്ഥലമില്ലായകയാൽ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. എത്ര അഭിമാനത്തോടെയാണ് പൗലോസ് പറയുന്നത്, എത്ര തൻ്റെ ഇടത്തോടെ പറയുന്നത്, എനിക്ക് ഈ ദിക്കുകളിൽ സ്ഥലമില്ല. നമുക്ക് ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ എത്ര സ്ഥലത്ത് ഇനി സുവിശേഷം പറയാറുണ്ട്? നമ്മുടെ പഞ്ചായത്ത് വേണ്ടല്ലോ, നമ്മുടെ വാർഡിൽ എത്ര സ്ഥലത്ത് സുവിശേഷം പറയാനുണ്ട്? അപ്പൊ പൗലോസിന്റെ ആ പ്രഖ്യാപനം ഇന്ന് രാത്രി ഒരു ചലഞ്ചായി ഏറ്റെടുക്കണം. എനിക്ക് ഇനി ഇവിടെ സ്ഥലമില്ലായകയാൽ, ഈ ദിക്കുകളിൽ സ്ഥലമില്ലായകയാൽ ഞാൻ സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി ആഗ്രഹിക്കാൻ ഞാൻ മടങ്ങി വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. पौलुस कहते हैं कि मैं इन सारे देशों में और जगहों में जाकर के निर्मल सुसमाचार क्रूस का संदेश दे चुका हूं, और वो बहुत अच्छे से सीना ठोक कर कहते हैं कि मैंने ये काम किया है. बहुत अभिमान के साथ कहते हैं. तो हमें अपनी जांच करनी चाहिए कि हमने अपने आसपास के इलाकों में भी अभी तक हमने सुसमाचार का प्रचार पूरी तरह से नहीं किया है. പൗലോസിന്റെ പ്രഖ്യാപനം സുവിശേഷത്തോട് ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമാണ്. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല.
എനിക്ക് സുവിശേഷം അറിയിക്കുന്നത് വളരെ ഇഷ്ടമാണ്, സുവിശേഷത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്തിന് സുവിശേഷത്തോട് താൻ കടപ്പെട്ടിരിക്കുന്നൊക്കെ റോമാലേഖനത്തിൽ പറയുന്നു. എനിക്ക് ലജ്ജയില്ല, ഞാൻ സുവിശേഷത്തോട് കടപ്പെട്ടിരിക്കുന്നു. അത്ര കണ്ട് സുവിശേഷം എന്ന സന്ദേശം പൗലോസിന്റെ അകത്ത് തിളയ്ക്കുകയായിരുന്നു. पौल के हृदय में सुसमाचार के प्रति इतनी लालसा थी कि वो कहते हैं कि मैं सुसमाचार से लज्जित नहीं हूँ, मैं ऋणी हूँ, मुझे सुसमाचार का प्रचार करना है। इतनी ज्यादा तीव्रता उनके अंदर भरी हुई थी। സുവിശേഷീകരണം എന്ന വിഷയം ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പഠിപ്പിക്കുമ്പോൾ സാറ് പറയാറുള്ള ഒരു ആശയമുണ്ട്. നാം എന്ന വ്യക്തിത്വം, സുവിശേഷം നമ്മുടെ അകത്ത് കയറിയാൽ ഒരു നായ്ക്കുട്ടിയുടെ വാലിന് തീ പിടിച്ചതുപോലെ ഉള്ള ഒരു അനുഭവം ഉണ്ടാകണം. നായ്ക്കുട്ടിയുടെ വാലിന് തീ പിടിച്ചാൽ നിൽക്കുമോ? അത് ഓട്ടമായിരിക്കും. സുവിശേഷം എന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം അകത്ത് കയറുന്ന ഒരു, അല്ലെങ്കിൽ സുവിശേഷ ആത്മാവുള്ളവന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എത്രയും വേഗം ഇത് അറിയിക്കുക എന്നുള്ളതാണ്. व्यक्ति में सुसमाचार की आत्मा होती है। वो क्या चाहता है कि जितनी जल्दी हो सके मुझे हर जगह इस सुसमाचार को पहुंचाना है। പ്രാണനെ പോലും ത്രവൽക്കരിച്ചുകൊണ്ട് എത്ര മിഷണറിമാരാണ് സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്. ആധുനിക വിഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം കേറി ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക, ദൈവത്തിനെ വൻ കാര്യങ്ങളെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു. തന്റെ മകൻ മരിച്ചുപോയി, മലേറിയ ബാധിച്ചുകൊണ്ട്. തന്റെ ഭാര്യ ഡൊറോത്തി ഭ്രാന്തിയായി തീർന്നു. താന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കരുതി വെച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കത്തി നശിച്ചു. എന്നിട്ടും സമർപ്പണത്തിൽ നിന്നോ ദർശനത്തിൽ നിന്നോ വ്യതിചലിച്ചില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ? ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വൻ കാര്യങ്ങളെ ചെയ്യുക. ഇന്ന് രാത്രി കേവലം ഒരു വചനപഠനം മാത്രമായി തീരരുത് പ്രിയരെ. നമ്മിലൂടെ സുവിശേഷം യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ അറിയണം, നമ്മുടെ ചുറ്റുപാടുകൾ അറിയണം. പൗലോസ് പറഞ്ഞല്ലോ, ഈ ദിക്കുകളിൽ എനിക്ക് ഇനി സ്ഥലമില്ല, യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം സത്യസുവിശേഷം ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി അകം തിളയ്ക്കണം സുവിശേഷത്തെ കുറിച്ച് കേൾക്കുമ്പോൾ. സുവിശേഷം അറിയിക്കാൻ നമ്മുടെ അകത്തും ഒരു വെമ്പൽ ഉണ്ടാകണം പ്രിയരെ. അതാ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. बहुत सारे ऐसे मिशनरी लोग हैं जिन्होंने अपने प्राणों की भी परवाह नहीं की। हम विलियम कैरी के बारे में जानते हैं। जब वो भारत आए बाइबल ट्रांसलेशन करने के लिए, उनके बेटे की मृत्यु हो गई मलेरिया के कारण। उनकी पत्नी डोरोथी जो मानसिक रूप से बीमार हो गई, हम कह सकते हैं कि वो पागल हो गई थी, लेकिन फिर भी विलियम कैरी जो ट्रांसलेशन कर रहे थे वो आग में जलकर राख हो गया। फिर भी विलियम कैरी अपनी आशा नहीं छोड़ते हैं। वो कहते हैं परमेश्वर से बड़े काम की आशा रखो और परमेश्वर के लिए बड़े काम करो। तो हमारे मन में भी इस सुसमाचार के लिए तीव्रता होनी चाहिए, हमारे मन में भी ये आग जलनी चाहिए। ഇപ്പോഴും സുവിശേഷത്തിന് വേണ്ടി പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഒത്തിരി പീഡനങ്ങൾ സഹിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. സഭയ്ക്കകത്ത് നിന്ന് അവിടെയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്നു, ചില ദൈവദാസന്മാരുടെ ശരീരത്തിലേക്ക് ആസിഡ് ഒഴിക്കുന്നു. അങ്ങനെ വലിയ പങ്കപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇപ്പോഴും അകത്ത് നൽകിയ സുവിശേഷ ദർശനം മങ്ങിപ്പോകാത്ത ആളുകളുണ്ട്. മരണം മുമ്പിൽ വന്നാലും സുവിശേഷം പറയണമെന്നുള്ള അകം തിളയ്ക്കുന്ന ആഗ്രഹം. ഇന്ന് രാത്രിയിലെ ക്ലാസ് കൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവരെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റണം പ്രിയരെ. രാത്രിയുടെ യാമങ്ങളിൽ നാം ഇതര രാജ്യങ്ങളെയും ഇതര സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അവിടുത്തെ അന്ധകാരങ്ങൾ മാറാൻ, സുവിശേഷത്തിന്റെ വെളിച്ചം അവിടെ വെളിപ്പെടാൻ അങ്ങനെ പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിയണം പ്രിയരെ. हम जानते हैं कि आजकल उत्तर भारत में बहुत सताव चल रहा है। लोग कलीसिया में आक्रमण कर रहे हैं, पुलिस के हाथों परमेश्वर के दासों को सौंप रहे हैं, लेकिन फिर भी वहां पे सुसमाचार की जो आग जल रही है वो अभी भी फैलती जा रही है। तो इन सारे बंधनों के होते हुए जिस व्यक्ति के मन में सुसमाचार के प्रति तीव्रता है वो अपना काम बिना रोके करता है। हमें रात में ऐसे लोगों के लिए प्रार्थना करनी चाहिए, ऐसे देशों के लिए प्रार्थना करनी चाहिए जो आज भी अंधकार में हैं। 20-21 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടത് ക്രിസ്തുവിന്റെ നാം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടില്ലാത്ത ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ സുവിശേഷം അറിയിക്കാൻ അഭിമാനിക്കുന്നത്. കാരണം ആരെങ്കിലും ചെന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷം പറയാനല്ല, ഒരിക്കലും ആരും പോയിട്ടില്ലാത്ത സ്ഥലത്ത് എന്ന്
സുവിശേഷം പറയാനാണ് പൗലോസിന്റെ ആഗ്രഹവും ലക്ഷ്യവും. ആമേൻ. യെശയ്യാപ്രവചനം 52:15 വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ആരും പോയിട്ടില്ലാത്ത സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ നമുക്കും കഴിയണം പ്രിയരെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നെ അയക്കണം. പർവ്വതങ്ങളിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും പട്ടണങ്ങളിലാണെങ്കിലും എന്നെ അയക്കണം. ഐ വിൽ സംവെയർ വർക്കിംഗ് ഫോർ മൈ ലോർഡ്. നീ അയക്കുന്ന സ്ഥലത്ത് വാലിയിലോ താഴ്വരകളിലോ പർവ്വതങ്ങളിലോ ഗ്രാമപ്രദേശങ്ങളിലോ പട്ടണങ്ങളോ എവിടെയുമാകട്ടെ, നീ അയക്കുന്ന സ്ഥലത്ത് ഐ വിൽ സംവെയർ വർക്കിംഗ് ഫോർ മൈ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുമെന്ന് പറയാൻ കരുത്തോടെ ഈ രാത്രിയിലെ ധ്യാനവചന പഠനത്തിൽ നാമും എഴുന്നേൽക്കുന്ന സമയമാകട്ടെ. 20 और 21वें वचन में पौलुस कहते हैं कि दूसरों की नींव पर मैं घर बनाऊं, ऐसा ना हो। और जैसा कि सुसमाचार में लिखा है कि जहां सुसमाचार नहीं पहुंचा है वे ही देखेंगे, जिन्होंने नहीं सुना है वे ही समझेंगे। ये जो वचन है ये यशायाह नबी की पुस्तक 52वें अध्याय का 15वां वचन है। इसे उद्धृत करके पौलुस ने यहाँ लिखा है। तो उसी प्रकार हमें भी कहना चाहिए, परमेश्वर आप हमें जहां भी भेजें हम वहां जाकर के सुसमाचार का प्रचार करेंगे, चाहे वो पर्वत हो चाहे घाटी हो, जहां भी हो हम वहां जाकर के मेहनत करेंगे, सुसमाचार का प्रचार करेंगे। ഞാനൊരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാ നദിയുടെ തീരത്ത് കരഞ്ഞുകൊണ്ട് ഒരു മാതാവും പിതാവും നിൽക്കുന്നു. ചെറുപ്പക്കാരാണ്. ആ സമയത്ത് ഒരു യുവ സുവിശേഷകൻ ഹിന്ദിയിലുള്ള ഒരു ട്രാക്ട്, യേശു നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരി എന്ന ടൈറ്റിലുള്ള ഒരു ട്രാക്ട്, ഹിന്ദി ട്രാക്ട് ആണ്, അതുകൊണ്ട് കൊടുക്കുന്നു. दास ने एक कथा जो कि घटा है, ऐसी कहानी जो कि घटी हुई है, उसके बारे में बता रहे हैं कि दो दंपति गंगा नदी के किनारे खड़े हुए थे। वो युवा थे और रो रहे थे। तो तभी उनके पास एक सुसमाचार प्रचारक आकर के हिंदी में एक ट्रैक देता है कि यीशु मसीह आपके दुखों को दूर करेंगे। യേശു സകലത്തിനും പരിഹാരി എന്ന ആ ട്രാക്ട് ആ പേരൻസ്, അതായത് ആ യുവദമ്പതികളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവർ ആ സുവിശേഷകനോട് ചോദിച്ചു, താങ്കൾ ഈ സമയം വരെ എവിടെയായിരുന്നു? താങ്കൾ ഈ സമയം വരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവർ നിറമുടിയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചില മിനിറ്റുകൾക്ക് മുമ്പ്, 5-10 മിനിറ്റുകൾക്ക് മുമ്പ് താങ്കൾ എത്തിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പിഞ്ചു പെൺകുഞ്ഞായിരുന്നു, അവളെ ഞങ്ങൾ ഗംഗാ നദിയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയില്ലായിരുന്നു. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ജ്യോതിഷമൊക്കെ പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചത് അനൈശ്വര്യത്തിന് കാരണമാണ്. അതുകൊണ്ട് ഗംഗാ നദി കോപിച്ചിരിക്കുന്നു, ഗംഗാദേവി കോപിച്ചിരിക്കുന്നു. അവള് ആ ഗംഗാ നദിക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഗംഗാ നദിയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, യേശു സകലത്തിന് പരിഹാരം എന്ന ട്രാക്റ്റുമായിട്ട് യുവ സുവിശേഷകൻ വരുന്നത്. താങ്കൾ അല്പം ലേറ്റ് ആയി പോയി. പ്രിയരെ, പറയുമ്പോൾ നാം ചിന്തിക്കണം, നമ്മൾ ലേറ്റ് ആയാൽ പലയിടത്തും പല അനിഷ്ട സംഭവങ്ങൾ നടക്കും. നാം ലേറ്റ് ആയാൽ പലരും അഗ്നി നരകത്തിന് ഇരയായിത്തീരും. നാം എത്തപ്പെടേണ്ട സ്ഥലത്ത് പൂർവാധികം ബലത്തോടെ കഴിവതും നേരത്തെ സുവിശേഷത്തിന്റെ സന്ദേശവുമായി ദൈവവചനവുമായി ആ ദൗത്യമായി നമുക്കും എത്താൻ കഴിയണം. പ്രിയരെ, സ്വർഗം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. तब उस दंपति ने दोनों ने मिलकर के उस प्रचारक से कहा कि अभी तक आप कहाँ थे? आप 5 मिनट पहले आए होते तो हमारी जो बच्ची जिसको हमने अभी गंगा नदी में फेंका उसे हम नहीं फेंकते, क्योंकि आप कहते हो कि यीशु मसीह सभी समस्याओं का समाधान है, सभी समस्याओं को दूर करते हैं। तो अगर आप पहले आ जाते, क्योंकि हमारे ज्योतिष और हमारे धर्म के हिसाब से ये बच्ची हमारे भाग्य के लिए ये अशुभ थी, इसलिए हमने इसे फेंक दिया। आप थोड़ी देर पहले पहुंचते तो हम ये काम नहीं करते, क्योंकि यीशु मसीह हमें बचाएंगे तो उस बच्ची को भी बचा लेते। तो कभी कभी हमें अपनी जांच करनी चाहिए कि हमारे सुसमाचार नहीं सुनाने से कितने लोग नरक में जाने वाले हैं और कितने लोग जो हैं आज भी अंधकार में भरे हुए हैं। अगर हम सुसमाचार सुनाए तो हम उन्हें बचा सकते हैं। നരകത്തിനിരയാകുന്ന ഒരു കൂട്ടത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നരകത്തിന്റെ കവാടങ്ങളെ ബന്ധിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടണം. നരകത്തിന്റെ കവാടങ്ങളെ ബന്ധിക്കുന്ന ശക്തി സുവിശേഷത്തിനുണ്ട്. അതുകൊണ്ട് നമുക്ക് സുവിശേഷം എത്തിക്കാൻ, നമ്മളിലൂടെ യേശുവിനെ ചിലർ അറിയാൻ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ ചിലർ രക്ഷയിലേക്ക് വരാൻ, നമ്മുടെ രക്തബന്ധങ്ങൾ പലരും ഇപ്പോഴും രക്ഷയിലേക്ക് വന്നിട്ടില്ല. ഓർക്കാം അവരെ, അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കാം. പിതാക്കന്മാർ, സഹോദരങ്ങൾ,
മാതാക്കൾ, സഹോദരിമാർ പലരും നിത്യനരകത്തിലേക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. നമ്മൾ പറയുന്ന സുവിശേഷത്തോട് പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ അവരെ സ്വർഗം തൊടുവാൻ പ്രാണന് അവരൊന്ന് പോകുന്ന മുമ്പ് തന്നെ രക്ഷകനെ കണ്ടുമുട്ടി, ഇഹത്തിലെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതിനു ശേഷമേ അവരെ ആമേൻ വിളിക്കാവൂ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കില്ല. സ്വർഗം അവരെ സന്ദർശിക്കും. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ശൗൽ എന്ന ഉപദ്രവകാരിയെ സന്ദർശിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനാക്കി മാറ്റിയതുപോലെ വീട് വീടാന്തരം കയറിയിറങ്ങി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും വലിച്ചിടിച്ചവൻ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ യേശു മാത്രമാണ് രക്ഷകൻ എന്ന് പറയാൻ അത്രയ്ക്കും സമൂലമായി പരിവർത്തനം നൽകി സ്വർഗം മാറ്റിയതുപോലെ നമ്മുടെ പിതാക്കന്മാരെ സ്വർഗം രക്ഷയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ സഹോദരങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ രക്തബന്ധങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരും. അവർ സുവിശേഷം കേൾക്കും. അവർ നിത്യരാജ്യത്തിന് അവകാശികളായിത്തീരും, സ്വർഗത്തിന് അവകാശികളായിത്തീരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. പ്രിയരെ, സ്തോത്രം. कुछ नहीं कर सकते तो कम से कम हम प्रार्थना कर सकते हैं। जो नरक के द्वार पर पहुंचे हैं, उन्हें नरक के द्वार से बचाने के लिए हमारी प्रार्थना उन्हें बचा सकती है। और हमारे परिवार में हमारे माता पिता, हमारे भाई जो हमारे सुसमाचार को सुन करके अभी तक वो उसको अंगीकार नहीं करते हैं, हम उनके लिए प्रार्थना करें कि परमेश्वर उन्हें इस भयानक अग्नि से, इस भयानक नरक से बचाए। ഇനി അടുത്ത ഭാഗം 22-ാം വാക്യം മുതൽ 22-23 വാക്യങ്ങൾ. 22-23 വാക്യങ്ങൾ റോമാ സന്ദർശനത്തെ പറ്റി പൗലോസ് പറയുന്ന കാര്യമാണ്. പൗലോസിന്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു റോമാ സഭ സന്ദർശിക്കുക എന്നുള്ളത്. പക്ഷെ ആ അഭിലാഷം പൂർത്തീകരിക്കപ്പെട്ടില്ല കേട്ടോ. സഭയിലൊന്നും ചെല്ലാനുള്ള അവസരമൊന്നും ലഭിച്ചിട്ടില്ല. പിന്നീട് തൻ മരണത്തിന് വിധേയനാകുന്നുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. പക്ഷേ തനിക്ക് റോമാ സഭ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് സാധ്യമായി തീർന്നില്ല. ആ പോകുന്ന പോക്കിൽ, അതായത് ഞാനിപ്പോൾ വായിച്ച വാക്യം 23, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലാകിയാലും ഇങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച് ഉണ്ടാകുന്നു. ഞാൻ സ്പെയിനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണാൻ, നിങ്ങളെ എന്ന് ഉദ്ദേശിക്കുന്ന റോമാ സഭയിലെ വിശ്വാസികളെയാണ് കേട്ടോ, നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളെ യാത്ര അയക്കപ്പെടുവാനും ഞാൻ ആശിക്കുന്നു. സ്പെയിനിലേക്ക് പോകാനാ പൗലോസ് ഇപ്പോൾ ആഗ്രഹിക്കുന്ന. പോകുന്ന പോക്കിൽ എവിടെ പോകണം? റോമാ സഭയിലേക്ക് ഒന്ന് പോകണം. അടുത്ത വിശ്വാസികളെ കാണണം. അവരാൽ യാത്ര അയക്കപ്പെടാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. पौलुस की बहुत हार्दिक इच्छा थी कि वो रोम की कलीसिया में जाएं, लेकिन उनकी वो इच्छा पूरी नहीं होती है। इन 22 और 23 वचनों में हम पाते हैं कि पौलुस अब स्पेन की ओर जा रहे हैं। स्पेन की ओर जाते समय मार्ग में वो रोम की कलीसिया जाना चाहते हैं और यात्रा में उनसे भेंट करके उनके साथ संगति करना चाहते हैं। എന്തുകൊണ്ടാകാം പൗലോസ് അടുത്ത കാര്യപരിപാടി സ്പെയിനിലേക്ക് ക്രമീകരിക്കാനുള്ള കാരണങ്ങൾ? 2 റീസൺസ് പറയുന്നു, 2 കാരണങ്ങൾ സ്പെയിനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി പൗലോസ് ക്രമീകരിച്ച 2 കാരണം. ഒന്ന്, സ്പെയിൻ യൂറോപ്പിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഒരർത്ഥത്തിൽ അന്നത്തെ പരിഷ്കൃത ലോകമാണ്. പരിഷ്കൃത ലോകത്തിന്റെ അതിർത്തിയാണ് സ്പെയിൻ. അതുകൊണ്ട് അവിടെ സുവിശേഷം അറിയിക്കുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പൗലോസിന്റെ. സ്പെയിൻ യൂറോപ്പിന്റെ പടിഞ്ഞാറ് അറ്റമാണ്. അന്നത്തെ ഒരു പരിഷ്കൃത ലോകത്തിന്റെ അതിർത്തിയായി സ്പെയിൻ. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കാൻ പൗലോസ് ആഗ്രഹിച്ചത് അവിടെ. स्पेन में पौलुस के जाने का 2 कारण है। पहला कारण है कि स्पेन जो है वो यूरोप के पश्चिम में है और वो पूरा आधुनिक संस्कृति वाला भाग है, तो पौलुस वहां जाकर के सुसमाचार प्रचार करना चाहते थे। രണ്ടാമത്തെ കാര്യം, സ്പെയിൻ അന്നത്തെ പ്രതിഭാസമ്പന്നരുടെ എന്ന് പറഞ്ഞാൽ കലാകാര്യങ്ങളിലും സാഹിത്യ കാര്യങ്ങളിലൊക്കെ ഉന്നതന്മാരായ ആളുകൾ ഒത്തിരി താമസിച്ച സ്ഥലമായിരുന്നു സ്പെയിൻ. അതുകൊണ്ട് പൗലോസ് അവിടെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. दूसरा कारण है कि वहां प्रतिभा संपन्न लोग रहते थे, जो कला के क्षेत्र में, साहित्य के क्षेत्र में जो बहुत आगे थे, तो पौलुस वहां जाकर के सुसमाचार प्रचार इसलिए करना चाहते थे। സുവിശേഷത്തിന്റെ ദൗത്യമായി, ക്രൂശിന്റെ സന്ദേശമായി സ്പെയിനിൽ കാലുകുത്തിയാൽ, അവിടെ സുവിശേഷം എത്തിയാൽ പലയിടത്തിലേക്കും പല സ്ഥലങ്ങളിലേക്കും അത് വ്യാപിക്കുമെന്നൊരു ചിന്തയും പൗലോസിനെ ഭരിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്പെയിനിലേക്ക് പോകാൻ പൗലോസ് തയ്യാറാകുന്നത്.
पौलुस चाहते थे कि वहां जाकर के सुसमाचार प्रचार क्रूस का संदेश दें, क्योंकि वहां से ये सुसमाचार और दूसरे भागों में फैलेगा। എന്നാൽ 24-ാം വാക്യം പഠിക്കുമ്പോൾ അതിൽ നിന്ന് പൗലോസ് അവിടെ എത്തിയോ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. സ്പെയിനിൽ എത്തിയോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ലഭിക്കുന്നില്ല. പിന്നെ നമുക്ക് പറഞ്ഞോളൂ ആന്റി. जब हम 24वें वचन को पढ़ते हैं तो हमें इस बात में संदेह है कि पौलुस स्पेन में पहुंचे। 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാർ ദരിദ്രരായ ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയിലും അഖായിലുമുള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അതവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീക നന്മകൾ കൂട്ടാളികളായെങ്കിൽ ഭൗതിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ അത് നിവർത്തിച്ച് ഈ ബലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പെയിനിലേക്ക് പോകും. ഓക്കെ, അവിടെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേം സഭയ്ക്കുള്ള ഒരു സഹായ ധനത്തെ കുറിച്ചാണ് കാണുന്നത്. റോമിലേക്ക് പോകുന്ന മുമ്പ് പറഞ്ഞോളൂ. 25 से लेकर 28 तक के वचनों में हम पाते हैं कि पौलुस यरूशलेम में एक सहायता पहुंचाना चाहते हैं, वो धन एकत्रित कर रहे हैं. സ്പെയിനിലേക്ക് അല്ലെങ്കിൽ റോമിലെ സഭയിലേക്ക് പോകുന്ന മുമ്പ് തന്നെ യെരുശലേമിലെ സഭയിലെത്തി സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആ നന്മ നൽകുവാൻ പൗലോസ് ആഗ്രഹിച്ചു. जाने से पहले पौलुस यरूशलेम जाकर के जो धन वो इकट्ठा कर रहे हैं वो यरूशलेम तक पहुंचाना चाहते हैं. പ്രത്യേകിച്ച് അഖായ മക്കദോനിയ പ്രദേശങ്ങളിലെ ദൈവസഭകളിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായമാണ്. അതാണ് യെരുശലേം സഭയിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് നൽകാൻ വേണ്ടി പൗലോസ് തയ്യാറാകുന്നത്. पौलुस ने ये धन मकिदुनिया और अखाया के लोगों से प्राप्त किया है. इसे लेकर के वो यरूशलेम जाना चाहते हैं, जो वहां पे यरूशलेम में जो लोग कष्ट अनुभव कर रहे हैं उनके लिए. 1-ാം നൂറ്റാണ്ടിൽ സഭ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കളക്ഷൻസ് എടുത്ത് കോൺട്രിബ്യൂഷൻസ് എടുത്ത് വിശ്വസ്തയോടെ ആവശ്യക്കാരുടെ പക്കൽ എത്തിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. जब बाइबल में देखते हैं कि पहली सदी में इस प्रकार से चंदा इकट्ठा करके जो उन लोगों को जरूरत है उन लोगों तक पहुंचाने की एक रीति थी. കാരണം ആ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഭൗതിക കൂട്ടായ്മയും കാണിക്കുക എന്നതുള്ളത് ഒരു ക്രിസ്ത്യാനിത്വം തന്നെയാണ്, ഒരു ക്രൈസ്തവികത തന്നെയാണ്. मसीही जीवन का एक अभिन्न अंग है कि हमें कष्ट में रहने वालों की सहायता करना. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള വിഷയമാണ്. കോട്ടയം ജില്ലയില് ഉണ്ടക്കയം, കൂട്ടിക്കൽ, കൊക്കയാർ, എരുമേലിയുടെ ഇതര ഭാഗങ്ങളൊക്കെ ഒത്തിരി ആളുകളുടെ വീടുകൾ ഒലിച്ചുപോയി. പലതും കണ്ടു നമ്മൾ. വീടുകൾ ഒലിച്ചുപോയി. ഉടുവസ്ത്രം പോലും മാത്രമുള്ളൂ, മറ്റ് വസ്ത്രങ്ങളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലായി, നമ്മുടെ ഒരു സഹോദരൻ അവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നൽകി. അവർക്കും ധരിക്കാൻ വസ്ത്രമില്ല. ഇന്നറാണെങ്കിലും ഔട്ട് ധരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഇല്ല. ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രം. എത്രയോ ആളുകളുടെ വീടുകൾ പോയി, സാധനങ്ങൾ ഒലിച്ചുപോയി, വസ്ത്രങ്ങളില്ലാതായി പോയി. പല സന്നദ്ധ സംഘടനകൾ, ക്രിസ്തീയ സംഘടനകൾ മാത്രമല്ല, പല സന്നദ്ധ സംഘടനകളും ധാരമായി ചെറുത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നമുക്കും അതിന് കഴിയണം. വീര മിനിസ്ട്രിയാണ്, നമുക്കും അതിന് കഴിയണം. അതിന് കഴിയും. നമ്മുടെ എല്ലാവരുടെയും പാസ്റ്ററിന്റെ കയ്യിലുണ്ടെന്നല്ല ഞാൻ പറയും. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ പലരുടെയും പക്കൽ പലത് എത്തിക്കാൻ കഴിയും. ഞാനിത് പറഞ്ഞപ്പോൾ മുൻകൂട്ടി പറയാൻ പ്ലാൻ कोटयम जिले के अभी हम जानते हैं कि बहुत सारे ऐसे घर हैं जहां जिनका घर बह गया है, लोगों के पास पहनने को कपड़े भी नहीं रह गए हैं. तो एक मसीही के नाते ये हमारा उत्तरदायित्व है कि ऐसे लोगों की हम सहायता करें. ഇത് മുൻകൂട്ടി പറയാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല. നമ്മുടെ പാസ്റ്റർ പക്കൽ ഏൽപ്പിച്ചാൽ അദ്ദേഹം വളരെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. നമുക്കുള്ള ചെറിയ കോൺട്രിബ്യൂഷൻസ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൂടി എത്തിക്കാൻ കഴിയുന്നെങ്കിൽ വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ട സഹോദരൻ പോയി. അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. വീടുകൾ ഒലിച്ചു പോയവർ, മറ്റു പലരും വീടുകളിൽ താമസിക്കുന്നവർ, ദൈവദാസന്മാർ ഉൾപ്പെടെയുള്ളവർ ഗത്യന്തരമില്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു.
ഒന്നുമില്ല, ധരിച്ചിരുന്ന വസ്ത്രം മാത്രം. ഒന്നുകൂടി ഞാൻ പറയുന്നു. എൻ്റെ ഒരു ദൈവദാസന്റെ റിലേറ്റീവ്സ് അവിടെയുണ്ട്. അവിടുത്തെ സഹോദരങ്ങളായ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ആ ദൈവദാസനെ വിളിച്ചു ചോദിച്ച കാര്യം, അങ്കിളെ ഞങ്ങൾക്ക് ഇന്നർ വസ്ത്രം പോലുമില്ല, അടിവസ്ത്രം പോലും ധരിക്കാനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു, എത്തിച്ചു തരണമെന്ന് പറയും ചെറുപ്പക്കാർ. അപ്പോൾ അത് അവർ കൊണ്ട് കൊടുക്കാനിടയായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയട്ടെ പ്രിയരെ. ഈ ഭാഗം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. हमें ऐसे लोगों की सहायता करनी चाहिए, खासतौर पे बाढ़ग्रस्त लोग जिनका घर बह गया है, जिनके पास पहनने को भी कपड़े नहीं रह गए हैं. ऐसे लोगों की सहायता हम बीरा मिनिस्ट्री के माध्यम से कर सकते हैं. 30-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെയുള്ള ഭാഗം പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷയാണ്. പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷ. वचन से लेकर 33वें वचन तक प्रार्थना करने के लिए कहा जा रहा है इसमें. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന എന്നോടുകൂടെ പോരാടണമെന്നും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായുള്ള ഒരു അപേക്ഷയാണ്. पौलुस प्रार्थना के लिए कह रहे हैं कि उनके लिए प्रार्थना करो. वो कहते हैं 31वां वचन, मैं यहूदिया के अविश्वासियों से बचा रहूं और मेरी वह सेवा जो यरूशलेम के लिए है पवित्र लोगों को भाए, और मैं परमेश्वर की इच्छा से तुम्हारे पास आनंद के साथ आकर तुम्हारे साथ विश्राम पाऊं, इसलिए तुम लोग मेरे लिए प्रार्थना करो. യെരൂശലേമിൽ എത്തിക്കഴിഞ്ഞാൽ ചില ഉപദ്രവങ്ങൾ പൗലോസ് യഹൂദന്മാരാൽ നേരിടേണ്ടി വരുമെന്ന് പൗലോസിന് അറിയാം. पौलुस जानते थे कि जब वे यरूशलेम में पहुंचेंगे तो यहूदियों से उन्हें सताव झेलना पड़ेगा, उनके ऊपर उपद्रव होगा. അപ്പൊ ആ ഉപദ്രവം നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് പൗലോസ് റോമാസഭയിലെ വിശ്വാസികളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. इसलिए पौलुस रोमियो की कलीसिया से कह रहे हैं कि उनके लिए प्रार्थना करें. 3 കാര്യങ്ങളാണ് പൗലോസ് അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്, 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവിശ്വാസികളായ യഹൂദരുടെ കയ്യിൽ നിന്നും തന്നെ സംരക്ഷിക്കുവാൻ, അവിശ്വാസികളായ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും തന്നെ സംരക്ഷിക്കുവാൻ. प्रार्थना करने के लिए वो 3 कारण कह रहे हैं. पहला कारण है यहूदिया के अविश्वासियों से उनकी रक्षा करें, रक्षा हो. 2, യെരൂശലേമിലെ സഭയിലെ അംഗങ്ങൾ തന്റെ കയ്യിലുള്ള സഹായം സ്വീകരിക്കുവാൻ. യെരൂശലേമിലെ സഭയിലെ അംഗങ്ങൾ തന്റെ കയ്യിലുള്ള ഈ സഹായങ്ങൾ സ്വീകരിക്കുവാൻ. 3, ദൈവ ഇഷ്ടത്തെ സന്തോഷപൂർവം റോമിൽ എത്തിച്ചേരാൻ. അപ്പോൾ ഇല്ലുര്യ ദേശത്ത് നിന്ന് തിരിച്ചു പോരുമ്പോൾ യെരൂശലേമിൽ സഭയിൽ പോയി ഇത് കൊടുത്തിട്ട് റോമയിലെത്തി സ്പെയിനിലേക്ക് പോകാനുള്ള യാത്ര ഉണ്ടോ. യെരൂശലേം സഭയിലെത്തി അവിടുന്ന് റോമയിലെത്തി സ്പെയിനിലേക്ക് പോകണം. അപ്പോൾ പൗലോസ് ആവശ്യപ്പെടുന്നത് എന്റെ കയ്യിലുള്ള നന്മ, ആ സഹായം അവർ സ്വീകരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും ദൈവ ഇഷ്ടത്തെ സന്തോഷപൂർവം റോമിൽ എത്തിച്ചേരാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. दूसरा कारण वो कहते हैं कि वो यरूशलेम में जाएं और पवित्र लोगों तक वो धन पहुंचा सके, इसलिए प्रार्थना करो. तीसरा, उसके बाद मैं रोम आ सकूं, इसलिए मैं प्रार्थना करो. എന്നാൽ പൗലോസ് റോമിൽ എത്തിയത് ഒരു തടവുകാരനായിട്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഏറ്റവും അവസാനത്തെ 28-ാം അധ്യായം. കയ്യിൽ ചങ്ങലധാരിയായി ഒരു വാടക വീട്ടിന്റെ അകത്ത് കിടക്കുന്ന പൗലോസ് റോമിൽ എത്താനുള്ള തന്റെ ആഗ്രഹം വലുതായിരുന്നു. പക്ഷെ എത്തിയത് ചങ്ങലധാരിയായിട്ട് റോമിൽ പൗലോസ് എത്തുന്നത്. സ്തോത്രം. लेकिन पौलुस रोम में पहुंचे, कैदी की तरह पहुंचे. प्रेरितों की पुस्तक 28वें अध्याय में हम पाते हैं कि उनके हाथ और पांवों को जंजीरों से बांधा गया था. वो एक कैदी की तरह एक कमरे में, एक घर में रहते थे. ചങ്ങലധാരിയായി റോമിലെ വാടക വസതി കിടക്കുമ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തെ ബന്ധിക്കാൻ പറ്റുമോ പ്രിയരെ?
ദർശനത്തെ ബന്ധിക്കാൻ പറ്റിയോ? അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 29-30 ഞാൻ വായിക്കുന്നു. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെ കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ചങ്ങലധാരിയായി റോമിലെത്തുന്നു ഒരു തടവുകാരനെ പോലെ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നില്ല. हम पाते हैं कि प्रेरितों के कार्य 28वें अध्याय के 30वें वचन में इस प्रकार है कि वो 2 वर्ष तक अपने किराए के घर में रहते थे, लेकिन ना तो सुसमाचार को कैद किया जा सकता है और ना ही दर्शन को कैद किया जा सकता है। इसलिए जो भी उनके पास आता था वो उन्हें सुसमाचार सुनाते थे और परमेश्वर के राज्य के बारे में बताते थे। അവിടെ കിടന്നുകൊണ്ട് പൗലോസ് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു. അവിടെ കിടന്നുകൊണ്ടാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുന്നത്. അവിടെ കിടന്നുകൊണ്ടാണ് ഒരു സുവിശേഷം പറഞ്ഞപ്പോൾ ഫിലോമോന്റെ അടിമയായ ഒനേസിമോസ് രക്ഷിക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ചങ്ങലധാരിയായി പൗലോസ് റോമിലെത്തിയിട്ടും തന്റെ അകത്തുള്ള സുവിശേഷത്തെ ബന്ധിക്കാൻ, തന്റെ അകത്തുള്ള ദർശനത്തെ ബന്ധിക്കാൻ, തന്റെ സ്വർഗം പറഞ്ഞ അഭിഷേകത്തെ ബന്ധിക്കാൻ ചങ്ങലധാരിയാക്കി പറഞ്ഞു വിട്ട നീറോ കൈസർ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ധ്യാന വചന പഠനത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, ഏത് സാഹചര്യത്തിലും ബന്ധിക്കപ്പെട്ടിട്ടാലും, ഏത് ചങ്ങല കയ്യിൽ വന്നാലും, ഏത് ബന്ധിക്കപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും സ്വർഗം പകർന്ന ദർശനത്തെയോ പകർന്ന അഭിഷേകത്തെയോ പകർന്ന ദൈവകൃപയോ ഒന്നും ബന്ധിക്കാൻ ഇഹത്തിലെ ഒരു അധികാരത്തിനും തിന്മയുടെ ശക്തിക്കും കഴിയില്ലെന്നുള്ള വസ്തുത ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച നമ്മൾ വചന പഠിതാക്കളായി നാം തിരിച്ചറിയണം. സ്തോത്രം. आज की रात हमें ये बात समझना है, क्योंकि पौलुस बहुत निडर होकर के परमेश्वर के राज्य का प्रचार करते थे और यीशु मसीह के बारे में सिखाते थे। तो ना तो सुसमाचार को कैद किया जा सकता है और ना ही दर्शन को कैद किया जा सकता है। तो हमें भी पौलुस वहां रह करके फिलोमोन के दास उनेसिमुस को रक्षा उद्धार दिलाते हैं, उन्हें रक्षा की बातें, उद्धार की बातें बताते हैं। उसी प्रकार से उन्होंने बहुत सारी पत्रिकाएं लिखी, जेल में रह करके, कैद में रह करके उन्होंने वो पत्रिकाओं को लिखा। ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പ്രാർത്ഥിച്ചു കേട്ടോ. ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ലേഖനം എഴുതാൻ തയ്യാറായി. ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് സുവിശേഷം പറയാൻ തയ്യാറായി. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഒരു ചിന്തകൻ പറയുന്നത്, സ്വതന്ത്രനായി നടന്ന പൗലോസിനേക്കാൾ ഉപരിയായി നമ്മെ ചങ്ങലധാരിയായി പൗലോസ് സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ, ചില വിഷയങ്ങളിലേക്ക് നമ്മെ കടത്തിവിടാം, ചില പ്രതികൂല സാഹചര്യങ്ങളിലേക്ക്, ചില ബന്ധിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടത്തിവിടാം. പക്ഷേ അവിടെ പിശാച് ഒതുക്കാൻ ആഗ്രഹിച്ചാലും പൂർവാധികം ശക്തിയോടെ നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. आज की रात हमें समझना है कि पौलुस जब कैदी थे वहां वो प्रार्थना करते थे, वो प्रचार करते थे, वो पत्रिकाएं लिखते थे। एक चिंतक का कहना है कि स्वतंत्र रहने से ज्यादा उन्होंने काम किया जब वो बंदी थे। तो हमें भी उसी प्रकार से सुसमाचार के लिए हमें भी आगे बढ़ते रहना है। പ്രായാധിക്യത്തിലെത്തിച്ചേർന്നിരിക്കുന്ന ഒരു വൃദ്ധനായ ഒരു മിഷണറി ഇങ്ങനെ പറഞ്ഞൊരിക്കൽ, മൈ ഐസൈറ്റ് മേ ബി വീക്ക് ബട്ട് മൈ വിഷൻ ഈസ് ഇൻക്രീസിങ്. എന്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ എന്റെ ദർശനം ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ, അതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ പ്രിയരെ, സാഹചര്യം എന്തുമാകട്ടെ, അതിന്റെ നടുവിലും നമ്മുടെ ദർശനങ്ങൾ വളരട്ടെ. നിഷേധനായ പ്രേഷിതാചാര്യൻ പൗലോസ് അങ്ങനെയായിരുന്നു. തന്റെ സാഹചര്യങ്ങൾക്കൊന്നും തന്നെ വിട്ടുകൊടുക്കാൻ താൻ അനുവദിച്ചില്ല. ആത്മാവിന്റെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ടും പ്രാർത്ഥനാ ജീവനം കൊണ്ടും കരുത്തോടെ ആ അനുഗ്രഹിതരെ കർത്തൃദാസൻ നീങ്ങി. ഇന്ന് രാത്രി പ്രിയരെ, സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. തന്റെ ആഗ്രഹം റോമിൽ എത്തുന്നതായിരുന്നു. പക്ഷെ ചെല്ലുന്നത് ഒരു തടവുകാരനായി ചങ്ങല ധരിച്ചുകൊണ്ട. പക്ഷേ അവിടെ നിന്നുകൊണ്ട് പടി പറയാനോ പിറുപിറുക്കാനോ നിന്നില്ല. ഈ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്, അത് ചെയ്യാൻ പൗലോസ് തയ്യാറായി. സ്തോത്രം. उम्रदराज सुसमाचार प्रचारक ने कहा कि मेरे आंखों की रोशनी कम हो रही है, लेकिन मेरा दर्शन बढ़ता जा रहा है। उसी प्रकार पौलुस, वो चाहते तो थे कि वो रोम की कलीसिया में जाएं, लेकिन वो गए, लेकिन बंदी होकर के गए। लेकिन वो आत्मा की शक्ति से और आत्मा की संगति से दिनों दिन वो बढ़ते जा रहे थे, मसीह का प्रचार करते जा रहे थे। അവിടെയാണ് പൗലോസ് കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടു. കാരാഗൃഹ ലേഖനങ്ങൾ, എഫെസ്യ, ഫിലിപ്പിയ, കൊലോസിയ, ഫിലോമോൻ എഴുതിയ ലേഖനങ്ങൾ, ഇതെല്ലാം എഴുതുവാൻ
ദൈവം ആ കാരാഗ്രഹത്തിലാണ് പൗലോസിനെ ഉപയോഗിച്ചത്. वहाँ पे पौलुस ने पत्रिकाएं लिखी, खासतौर पे एफिसियों की पत्री, कोलोसियों की पत्री, फिलोमेन की पत्री और फिलिपियो की पत्री उन्होंने वहीं रह रह कर लिखी. ഓക്കെ, ചാപ്റ്റർ 15 പൂർണ്ണമാകുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് റീകളക്ട് ചെയ്യുന്നു. 15ന്റെ 1 മുതൽ 6 വരെ ക്രിസ്തുവിനെ അനുകരിക്കുക, ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. പിന്നെ 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ഭാഗത്ത് യൂണിവേഴ്സൽ യൂണിറ്റി ഇൻ ദ ചർച്ച്, സഭയിലെ സാർവത്രികമായ ഐക്യം. അത് കഴിഞ്ഞ് പൗലോസും റോമിലെ സഭയും 14-ാം വാക്യം തൊട്ട് 21 വരെ. ഇപ്പോൾ തന്നെ 17 തൊട്ട് 21 വരെ അപ്പോസ്തലന്റെ പ്രവർത്തനം. പിന്നെ 15-ാമത്തെ 22-ാം വാക്യം 23-ാം വാക്യം റോമ സന്ദർശനത്തെ പറ്റി. പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന 30 മുതൽ 33 വരെ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷ. 33-ാം വാക്യത്തിൽ സമാപന ആശംസയാണ്. സമാധാനത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരോടും കൂടെ വസിക്കട്ടെ. ഈ പ്രയോഗം തന്റെ ലേഖനങ്ങളിൽ വളരെ സുലഭമായി കാണാൻ പറ്റുന്നു. സമാധാനത്തിന്റെ ഉറവിടമായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ആ ലേഖനത്തിന്, ആ അധ്യായത്തിന് സമാപ്തി കുറിക്കുന്നത്. സമാധാനത്തിന് ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഓൾ. പ്രത്യേകിച്ച് ഞാൻ പ്രിയ മാത്യു സാറിന് നന്ദി അറിയിക്കുകയാണ്. ഈ റോമാലേഖന പഠനത്തിലും കൂടെ എന്നെ ഉൾപ്പെടുത്തി. എനിക്ക് അവസരം ഫസ്റ്റ് ക്ലാസ് തന്നെ എനിക്ക് നൽകി. പിന്നെ അവിചാരിതമായി ഇന്നലെയും എനിക്ക് നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റി, എന്നും പറ്റി. അപ്പോൾ വീരാമനുഷ്യയോട് ചേർന്ന് രണ്ട് ദിവസം അടുപ്പിച്ചായിരിപ്പം കഴിഞ്ഞത്. വളരെ സന്തോഷം. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം വളരെ ക്രമീകൃതമായി കാര്യങ്ങൾ പോകുന്നു. പ്രാർത്ഥനയും ആരാധനയും ഒരു ഭാഗത്തിന് തുടക്കത്തിന് കണ്ടു. അതിൽ വളരെ സന്തോഷം. നിരന്തരമായുള്ള പ്രഭാത പ്രാർത്ഥനകളും ക്ലാസ്സുകളും ഒക്കെ വളരെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ് നടത്തുക എന്നുള്ളത്. മാത്യുപാഷൻ അതിന്റെ റിസ്ക് എനിക്ക് മനസ്സിലാകും. കാരണം ഒരു അധ്യാപനം കിട്ടാതെ വരുമ്പോൾ ഞാനും അങ്ങനെയുള്ള ക്ലാസ്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനിക്കറിയാം. അധ്യാപന സമയത്ത് കിട്ടാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും ദൈവം തന്റെ ദാസന്റെയും കുടുംബത്തിന്റെയും ആ ശുശ്രൂഷകളെ മാനിക്കട്ടെ, ഹൃദയത്തിലെ നന്മകളെ നൽകട്ടെ, എല്ലാ നന്മകളും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥത ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ എന്റെ ശനിയാഴ്ചത്തെ ക്ലാസ് വെള്ളിയാഴ്ച ഈ ആഴ്ച ഒന്ന് മാറ്റി തന്നാൽ വളരെ സന്തോഷം. ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. എങ്കിലും ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിയുമെങ്കിൽ സാറ് എനിക്ക് ശനിയാഴ്ചത്തെ 10:30 ക്ലാസ് എന്നൊരു കൺവെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഓഫ്ലൈനാണ്, തിരിച്ചെത്താൻ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച 10:30 തന്നാൽ വളരെ സന്തോഷമായിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ. 33वां वचन, आशीष, पौलुस सबको आशीष दे रहे हैं कि शांति का परमेश्वर तुम सबके साथ रहे। 15वें अध्याय का मुख्य विषय था मसीह का अनुकरण करना। 7 से लेके 13 तक के वचन, कलीसिया में हर जगह एकता होनी चाहिए। उसके बाद 14 से लेके 21 तक पौलुस और रोम की कलीसिया। उसके बाद हम देखते हैं कि पौलुस कहते हैं कि लास्ट में प्रार्थना करने के बारे में वो कहते हैं। परमेश्वर सभी को आशीषित करे। खास तौर पे दास मैथ्यू कुरियन पास्टर के सहयोग से बहुत प्रभावित है और मैथ्यू कुरियन पास्टर को धन्यवाद दे रहे हैं। जय